കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ, നന്മ നല്ലത് ചെയ്യാൻ വേണ്ടി പറയാ, തിന്മ ചെയ്യരുത് എന്ന് പറയാ. ഇത് ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തൊരു സംഗതിയാണ്. ഇത് നന്മ പറയാൻ കുഴപ്പമൊന്നുമില്ല, ഈ തിന്മ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടപ്പെടൂല. പക്ഷെ നമ്മൾ ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ അത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാവുന്ന സംഗതിയാണ്. റൂമിൽ കള്ളുടിയുണ്ട്, അവനോട് കള്ളു കുടിക്കല്ലോ പൊന്നു സഹോദരൻ, മരിച്ചു പോണ്ടേ, പറഞ്ഞു കൊടുക്കി. നിസ്കരിക്കാത്തവനാ അവനെ നിസ്കരിപ്പിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, കൂലിയുള്ള കാര്യമാണ്. നന്മ ചെയ്യാൻ വേണ്ടി പറയാം, തിന്മ ചെയ്യരുതെന്ന് പറയാം. ഇതാർക്കും ചെയ്യാം, കൊളാബറേറ്റീവായിട്ട് ചെയ്യാം, ഇൻഡിവിജ്വലായിട്ട് ചെയ്യാം, രണ്ടാളുകളായിട്ട് ചെയ്യാം, കൂട്ടത്തിലാവാം, പല നിലക്കുമാവാം. അപ്പോ അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ, വല്ലാഹി ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കണേ, വല തൻഹവുന്ന അനിൽ മുൻകർ, തിന്മകൾ നിങ്ങൾ വിരോധിക്കണമേ. ഔ ലയുസല്ലിതന്നല്ലാഹു അലൈക്കും ശിറാറക്കും ഫയദ്ഉ ഖിയാറുക്കും ഫലാ യുസ്തജാബു ലക്കും, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മേൽ അധികാരം നിങ്ങളിൽ മോശപ്പെട്ടവന്റെ തലയിൽ അല്ലാഹു കൊടുക്കും. അവനായിരിക്കും നിങ്ങളുടെ നേതാവ്, അവനായിരിക്കും നിങ്ങളുടെ പ്രധാനമന്ത്രി. നിങ്ങളെ ആ അധികാരം അല്ലാഹു ഏൽപ്പിക്കുന്നത് നിങ്ങളിൽ മോശപ്പെട്ടവൻ. ഫയദ്ഉ ഖിയാറുക്കും, അപ്പങ്ങളിൽ നല്ല ആൾക്കാരൊക്കെ ഒന്ന് ദുആ ചെയ്യും, പടച്ചോനെ അവന്റെ അദാബിൽ നിന്ന് കാക്കണേ. ഫലാ യുസ്തജാബു ലക്കും, നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടൂല. എന്തേ? കാരണം നിങ്ങൾ നന്മ ചെയ്യാൻ കൽപ്പിച്ചില്ല, തിന്മ നടക്കുമ്പോൾ അതിനെ എതിർക്കുകയും ചെയ്തില്ലല്ലോ. ഇതായിരിക്കും അതിന്റെ കാരണമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വളരെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മളത് മനസ്സിലാക്കുക. എപ്പോഴും തിന്മ ലോകത്ത് പിശാചുള്ള കാലത്തോളം തിന്മ നടക്കും. എന്ത് ചെയ്യുക? നമ്മൾ കൽബ് കൊണ്ട് വെറുക്കാൻ പറ്റുന്ന സ്റ്റേജാണെങ്കിൽ അങ്ങനെ, നമ്മൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിനെ നിർത്താൻ പറ്റുമോ അങ്ങനെ ചെയ്യുക, നാവ് കൊണ്ട് പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞിട്ട് നിർത്തുകയും ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ നന്മയുടെ കൂടെ ആക്കി തരുമാറാകട്ടെ. തിന്മയിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബ്. ഒരു കാര്യം കൂട്ടത്തിൽ ഞാൻ അറിയിക്കുകയാണ്, ഇൻഷാ അല്ലാഹ്, നമ്മളൊരു തിന്മയുടെ ഭാഗമായി പോകരുതേ. നിങ്ങൾ ഇവിടെ കൂടിയ ആളുകൾ, നമ്മൾ ഇവിടെ വന്ന ഈ ആളുകൾ, നമ്മൾ എന്ത് ചെയ്യരുത്? തിന്മയിലേക്ക് പോകരുത്. തിന്മ പരിപാടികളോ വല്ല പ്രോഗ്രാമുകളൊക്കെ നടക്കൂല എന്ന് ഞാൻ പറയണില്ല, ചിലപ്പോൾ നടന്നേക്കും, നടക്കരുതെന്ന് എൻ്റെ ആഗ്രഹം. പക്ഷേ അങ്ങനെ സംഭവിച്ച നമ്മൾ അതിൽ അറ്റൻഡ് ചെയ്യരുത്. അത്ര നമുക്ക് ചെയ്യാൻ പറ്റൂലേ? ഞാൻ അതിൽ പോലെ പെണ്ണുങ്ങളായ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കലോ അതിൽ മ്യൂസിക്കോ ഡാൻസോ പരിപാടിയൊക്കെ ദുന്യാവുള്ള കാലത്തോളം, പിശാച് തലയിൽ കയറിയ മനുഷ്യന്മാരുള്ള കാലത്തോളം ഇത് നടക്കും. നമ്മുടെ ഭാഗവാഹിത്വം ഇനി സൂക്ഷിക്കുക. നമുക്ക് അവര് പറഞ്ഞ് കേൾക്കണില്ല എന്ന് വിചാരിക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഒരു ഭാഗവാഹിത്വം ഉണ്ടാവരുത്. നമ്മളതിൽ വരണ്ട, നമ്മൾ ആ വഴിക്കേ വരണ്ട. ആ രീതിയിലെങ്കിലും നന്മയോട് നമ്മൾ സഹകരിച്ചാൽ ഇൻഷാ അല്ലാഹ് അദാബിന്റെ മലക്ക് പിടിച്ചുകൊണ്ടുപോകുമ്പോൾ ഒന്ന് രക്ഷിക്കാൻ അതെങ്കിലും വന്നേക്കും. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതൊന്നും ബോധ്യപ്പെടാത്ത ആളുകളാണ് ഇതിനു വേണ്ടി നടക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഏറ്റവും വലിയ സങ്കടം അതാണ്. ഇത് ബോധിക്കാത്തത് കൊണ്ടാണ്, അതിന്റെ ഗൗരവം എന്താ മനസ്സിലാവാത്തത് കൊണ്ടാണ്. പാട്ടല്ല, ഇതിനിപ്പോൾ എന്താ കുഴപ്പം? അപ്പോ നമ്മൾ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക, നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. അത് ഈ ദീനിന്റെ അടിസ്ഥാനമാണ്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, അല്ലേ? നിങ്ങൾ അല്ലാഹു തആല കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല സമൂഹമാണ്. ഇങ്ങനെ എന്താ പറയാൻ കാരണം എന്നറിയോ? ഏറ്റവും നല്ല സമൂഹം തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ ചെയ്യണമെന്ന് കൽപ്പിക്കുന്നവരാണ്, തിന്മ ചെയ്യരുത് എന്ന് വിരോധിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ല സമൂഹമാണ്. ഇത് രണ്ടും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലോ നമ്മളെ പോലെ മോശമുള്ള ആരും ഉണ്ടാവില്ല. നമ്മുടെ ഐഡന്റിറ്റിയാണത്, അതുകൊണ്ടാണത്. അപ്പോ ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. അത്തരം പരിപാടികളിൽ, അത്തരം വേദികളിൽ കണ്ടുപോകരുത്. ഞാൻ കാണുന്നതല്ല, പടച്ചോൻ കണ്ടുപോകരുത്, അള്ളാന്റെ മലക്കുകൾ കണ്ടുപോകരുത്. നിങ്ങളെ ഒരു ഇങ്ങനെ ഗാനമേളയോ അതുപോലുള്ള മ്യൂസിക്കിന്റെ പ്രോഗ്രാമുകളോ ഡാൻസോ ഒക്കെ പല നാട്ടിലും, ദുബൈയിലോ ഷാർജയിലോ പല സ്ഥലത്ത് നടന്നു വരും. എവിടെയാണെങ്കിലും, ഇവിടെ നടന്നു വരും, എവിടെയാണെങ്കിലും നമ്മുടെ ഭാഗവാഹിത്വം ഉണ്ടായി പോകരുത്. ഇന്നി മിൻഹു ബരീ, ഞാനിതിൽ നിരപരാധിയാണ് പടച്ചോനെ എന്നെങ്കിലും പറയാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സഹായിക്കുമാറാകട്ടെ. വറഅയ്തു റജുലൻ മിൻ ഉമ്മതി, ഞാൻ ഒരാളെ കണ്ടു, ജാസിയൻ അലാ റുക്ബതൈഹി, കാലിന്റെ മുട്ടിലിങ്ങനെ ഇഴഞ്ഞു നടക്കുകയാണ്. ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്, അയാളുടെയും അല്ലാഹുവിന്റെയും ഇടയിൽ ഒരു മറയുണ്ട്. കാലിൽ ഇങ്ങനെ മുട്ടുകൊണ്ട് ഞരങ്ങി വരുന്നുണ്ട് അല്ലാഹുവിനെ കാണാൻ. ഹിജാബ് മഹ്ശറായിൽ അല്ലാഹുവിന്റെ തിരുമുറ്റത്തേക്ക് വരുമ്പോ ഹിജാബിനാൽ മറക്കപ്പെടുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഫജാഅഹു
ഹുസ്നു ഖുലുഖിഹി, അയാളുടെ സൽ സ്വഭാവം ഓടി വന്നു, സൽ സ്വഭാവം ഹുസ്നുൽ ഖുലുഖ് ഓടി വന്നു. ഫഅഖദ ബിയദിഹി ഫഅദ്ഖലഹു അലല്ലാഹ്, ആ സൽ സ്വഭാവം ഓടി വരികയും ഇയാളെ കൈപിടിക്കുകയും അല്ലാഹുവിന്റെ അരികത്തേക്ക് അയാളെ കടത്തിവിടുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൽ സ്വഭാവിയാവുക ഇബാദത്തിന്റെ കൂടെ നമുക്ക് കിട്ടേണ്ട ഒരു സംഗതി സൽ സ്വഭാവമാണ്. ഇബാദത്തും സൽ സ്വഭാവവും കൂടെ വേണം അല്ലേ? ഒരു പെണ്ണിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ നബിയെ, തുദ്കറു മിൻ സ്വലാത്തിഹാ വസിയാമിഹാ കദാ വകദാ, നബിയെ അവൾ അത്രക്ക് നോമ്പ് നിൽക്കുന്നവളാ, അവൾ ഇത്രക്ക് നിസ്കരിക്കുന്നവളാ. അങ്ങനെയൊക്കെ ഉണ്ടാവും, പെണ്ണുങ്ങളിലാണ് ധാരാളം ഉണ്ടാവും അങ്ങനെ ഭയങ്കര. പക്ഷേ തുദി ജിറാനഹാ ബിലിസാനിഹാ, നാവ് കൊണ്ട് അയൽപക്കക്കാരെ ബുദ്ധിമുട്ടാക്കുന്ന പെണ്ണാണ്. എന്താ നബി പറഞ്ഞെന്നറിയോ? നിസ്കാരം എത്രണ്ട് അന്നല്ല ചോദിച്ചത്, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലേക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് പരാമർശം വന്നു, നബിയെ അവൾ കൂടുതൽ നിസ്കാരമൊന്നുമില്ല, പക്ഷേ ആരെയും ബുദ്ധിമുട്ടാക്കാത്തൊരു പെണ്ണാണ്, ഹിയ ഫിൽ ജന്ന, അവർ സ്വർഗത്തിലുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബാദത്തിന്റെ ലക്ഷ്യം തന്നെ സൽസ്വഭാവികളാവലാണ്. ഇബാദത്തുണ്ടാകുന്ന സമയത്ത് നമ്മളുടെ സ്വഭാവം നന്നാവണം, വിനയവും താഴ്മയും, മനസ്സിൽ അസൂയില്ലാതിരിക്കുകയും ദേഷ്യമില്ലാതിരിക്കുകയും ആളുകളോട് വൈരാഗ്യം തോന്നാതിരിക്കുകയും പകരം വീട്ടാൻ തോന്നാതിരിക്കുക, ഇങ്ങനെയൊക്കെയാണ് മുസ്ലിം ജീവിക്കേണ്ടത്. അതാണ് ഹുസ്നുൽ ഖുലുഖ്. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു ജിബ്രീൽ അലൈഹിസ്സലാമിനോട്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചത് ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ, നബിയേ ഖുദിൽ അഫ്വ, മാപ്പിനെ പിടിച്ചേക്കണം എന്ന് പറഞ്ഞാൽ മാപ്പ് പിടിക്കുക, മാപ്പ് കിട്ടിക്കൊള്ളുന്നില്ല, പിടിച്ചു വാങ്ങണം, മാപ്പ് ചെയ്യാൻ പഠിക്കണം. വഅ്മുർ ബിൽ ഉർഫി, നന്മ നിങ്ങൾ കൽപ്പിക്കണം. വഅരിദ് അനിൽ ജാഹിലീൻ, വിവരമില്ലാത്ത മനുഷ്യന്മാർ പലരുണ്ടാകും, അവരിൽ നിന്നൊക്കെ മുഖം തിരിച്ചേക്കണം, കണ്ടില്ല എന്ന് വിചാരിച്ചേക്കണം നബിയെ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു. വഹി ലഭിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ മാ മഅന ഹാദിഹിൽ ആയ, ഇങ്ങനെ ഒരായത്തിന്റെ അർത്ഥം എന്താണെന്ന് ജിബ്രീലേ എന്ന് നബി തങ്ങൾ ചോദിച്ചത് ഈ ഒരു ആയത്തിനെ സംബന്ധിച്ചാണ്. വേറെ ഒരു ആയത്തിനെ തങ്ങൾ അങ്ങനെ ചോദിച്ചത് നമ്മൾ കാണുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്താ ജിബ്രീലെ ഈ ആയത്തിന്റെ അർത്ഥം? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹത്താ അസ്അലൽ അലീമൽ ഖബീർ, എല്ലാം അറിയുന്ന അല്ലാഹുവിനോട് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം നബിയെ. എന്നിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, നബിയേ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? തസ്ലു മൻ ഖതഅക വതഅഫു അമ്മൻ ളലമക വതുഅതി മൻ ഹറമക, നബിയേ നിങ്ങളോട് മിണ്ടാതെ നടന്ന ആളോട് നിങ്ങൾ പോയിട്ട് മിണ്ടണമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. വതഅഫു അമ്മൻ ളലമക, നിങ്ങൾ ആക്രമിച്ച ആളാണ്, നിങ്ങളെ ദുൽമ ചെയ്ത ആളാണ്, മാപ്പ് ചെയ്തു കൊടുക്കണമെന്ന് നബിയേ. വതുഅതി മൻ ഹറമക, നിങ്ങൾക്ക് തരാതെ പിടിച്ചു വെച്ചിട്ടുണ്ടായാൽ നിങ്ങൾക്ക് അല്ലാഹു തരുമ്പോൾ അയാൾക്ക് കൊടുത്തേക്കണം, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അയാൾ ചെയ്ത പോലെ. ഇതാണ് നബിയെ ആ ആയത്തിന്റെ അർത്ഥമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു എന്ന് പറഞ്ഞു കൊടുത്തു. ഹുസ്നുൽ ഖുലുഖ് അതാണെന്നാണ് സൽസ്വഭാവം, അതാണ് സൽസ്വഭാവം. എന്നല്ലാതെ ഇങ്ങോട്ട് ചിരിക്കുന്നോട് അങ്ങോട്ട് ചിരിക്കുക, എല്ലാം പൂച്ച വരെ അങ്ങനെയാണെന്ന്. ചിരിച്ചു നോക്കി പൂച്ചയോട് ദേഷ്യപ്പെട്ട് നടന്നു നോക്കി, പൂച്ച ചാടൂലേ? മൃഗങ്ങൾ അങ്ങനെയാണ്. നമ്മളങ്ങനെ ഇങ്ങോട്ട് ദേഷ്യപ്പെടുന്നവരോട് അങ്ങോട്ട് ചിരിച്ച് വർത്താനം പറയാം. അത് വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹദ്ദിൻ അലീം, വലിയ സൗഭാഗ്യം കിട്ടിയവർക്കല്ലാതെ ഇത് സാധ്യമല്ല. ഇങ്ങോട്ട് മിണ്ടാത്തവരോട് അങ്ങോട്ട് ചെന്ന് ഭയങ്കര പ്രയാസം. ഞാൻ മിണ്ടല്ലോ, എന്നോട് മിണ്ടിയിട്ടില്ലല്ലോ, അങ്ങനെയല്ല, അങ്ങോട്ട് ചെന്ന് മിണ്ടി. പിന്നെ അയാൾ മിണ്ടിയിട്ടില്ല, അത് അയാളും പഠിച്ചോളൂ. നിങ്ങൾ അങ്ങോട്ട് ചെന്ന് നന്നാവാൻ നോക്കി അൽഹംദുലില്ലാ, നിങ്ങളുടെ കാര്യം ശരിയായി, നിങ്ങളുടെ ബാധ്യത നിങ്ങൾ നിർവഹിച്ചു. ഈ സൽസ്വഭാവം നാളെ അല്ലാഹുവിനടുത്ത് നമ്മളെ പ്രവേശിപ്പിക്കാൻ ഈ സൽസ്വഭാവം നാളെ വരുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി